ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ആർട്ടി വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഗെയ്സ് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടാണ് ആ ഒരു വ്യൂ നോക്കി. ഇതാണ് ഫ്രണ്ട്. അപ്പോൾ നേരത്തേക്കുള്ള മുന്നേ ഉള്ള വീഡിയോസിലൊക്കെ നിങ്ങളിത് കണ്ടിട്ടുണ്ട്. ഇതാണ് ഫ്രണ്ട്, താഴോട്ട് റോഡാണ്. അപ്പോൾ നമ്മുടെ വീട്ടിനകത്ത് കുറേ ജോലികളുണ്ട്. ഇന്ന് കുറേ ദിവസങ്ങളായിട്ട് കല്യാണവും റിസപ്ഷനും കാര്യങ്ങളായിട്ടൊക്കെ എനിക്ക് വീട്ടിലെ ജോലികളെല്ലാം പെൻഡിങ് ആയിരുന്നു. തുണി അലക്കലും കുറേ ജോലിയുണ്ട്. അപ്പോൾ നമുക്കിതാ കിച്ചണിൽ നിന്ന് ഒരുപാട് ജോലിയുണ്ട്. തിരക്ക് പിടിച്ചൊരു ദിവസമാണ് ഇന്ന് ഫുള്ള്. അപ്പോൾ നമുക്ക് കുറേ ജോലികൾ, കുറച്ച് ചക്ക കിട്ടിയിട്ടുണ്ട്. അപ്പം ചക്ക കൂട്ടാനും ഉണ്ടാക്കണം. പിന്നെ നമുക്കിതാ കുറച്ച് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ ഇതെന്താണെന്ന് വെച്ചാൽ നമ്മളെ പ്ലാവിൽ, മുറ്റത്തെ പ്ലാവിൽ ചെറിയൊരു പ്ലാവാണ് 3 വർഷമാകുമ്പോൾ കായ്ക്കുന്നത്. അതിൽ നമുക്കൊരു ചക്ക കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കത് കട്ട് ചെയ്തിട്ട് ഞാൻ പിന്നെ കാണിച്ചു തരാം എന്തരായാലും. അപ്പോൾ ഗ്യാസ് നമ്മൾ കാപ്പിയൊക്കെ ഉണ്ടാക്കുന്ന പുട്ടാണെന്ന് ഉണ്ടാക്കുന്നത്. പിന്നെന്തോ മീൻ വാങ്ങി വെച്ചേക്കുന്നു, പക്ഷേ കട്ട് ചെയ്തിട്ടില്ല. പിന്നെന്തോ പയറുണ്ടോ, 2 ഐറ്റം പയറാണ്, ഒന്ന് ചുവപ്പ് ഒന്ന് പച്ച കളറ്. ഇതിനി വിഴുക്ക് വരട്ടണം. പിന്നെതാ ഇവിടെ ഒരു സംഭവമുണ്ട്, ചീര. ഇതിനി തോരൻ വയ്ക്കണം. ഇതൊക്കെ എടുത്ത് കളയാം. ഇങ്ങനെയല്ല വരുന്നത്, നമ്മളെടുത്ത് കളഞ്ഞിട്ട് വയ്ക്കും. ഇതാ ചീര ഉണ്ട്. ഇതുണ്ടോ ചക്കയാണേ, കുഞ്ഞു ചക്കയാണ്. ഇത് ഞാൻ കട്ട് ചെയ്തിട്ട് കാണിച്ചു തരാം. ഇത് പഴുത്ത ചക്കയാണ്, നമ്മൾ 3 വർഷമാകുമ്പം കായ്ക്കുന്നതാണ്. അപ്പോൾ പ്ലാവില ഇത് ഞാൻ കട്ട് ചെയ്തിട്ട് കാണിച്ചു തരാം. കുട്ടികൾക്ക് കാപ്പി കൊണ്ടാക്കി വെച്ചേക്കുന്നു. പിന്നെ ഇവിടെ നോക്കി ചക്ക ഉണ്ട്, പഴം എന്താ ഇവിടെ ഒരു കൊല പഴുത്തതായിരിക്കുന്നുണ്ട്. നമ്മളെ കുട്ടികളെ ട്യൂഷൻ വിട്ട് ഇപ്പോൾ വന്നതേ ഉള്ളൂ. ട്യൂഷൻ വിട്ട് വന്നു. ഒരാൾ കാപ്പി കുടിക്കുന്നുണ്ട്. 2 പേര് ഇവിടെ ഇങ്ങനെ റൂമിൽ റെഡിയാവുന്നു ട്യൂഷൻ വിട്ട് വന്നിട്ട്. അപ്പോൾ ഗൈസ് ചീരയെല്ലാം തോരൻ വെക്കുകയാണ്. അപ്പം എങ്ങനെയാണ് ഞാൻ തോരൻ വെക്കുന്നത്? ഇലയും സവാളയും കൂടി അരിഞ്ഞിട്ടിട്ട് പിന്നെ എണ്ണയിൽ വഴറ്റിയതിന് ശേഷം പിന്നെ തേങ്ങയും പച്ചമുളകും എല്ലാം കൂടി അരച്ച് ഇതിലേക്ക് ഇടും. അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ തോരൻ വെക്കുന്നത്. അപ്പോൾ ഗേസ് കുറച്ച് കണവ മീൻ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതും കറി വയ്ക്കാനായിട്ട് പോവുകയാണ്. തോരൻ പരുവത്തിലാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ കണവ തോരൻ വയ്ക്കാനായിട്ട് പോവുകയാണ്. ഇറച്ചി വയ്ക്കുന്നതിനൊക്കെ ഉള്ളി ഇഞ്ചി എല്ലാം കൂടി ഇട്ട് വഴറ്റിയിട്ട് ആണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഗേസ് പുറത്ത് നല്ല മഴ പെയ്യുന്നുണ്ട്. ഭയങ്കരമായ മഴയും ഇടിയും ഒക്കെ ആയിട്ട് നിൽക്കുന്നു. നല്ല മഴയെന്ന് വെച്ചാൽ നല്ല മഴ. നമുക്ക് ഈ സിറ്റ് ഔട്ടിൽ ഇരിക്കുമ്പോഴത്തേക്കും ലൈവായിട്ട് തന്നെ കാണാം മഴയും കാറ്റുമൊക്കെ. അപ്പോൾ ഗൈസ് നമ്മൾ ചക്കക്കൂട്ടാൻ വെച്ചിട്ടുണ്ട്. അപ്പം ചക്ക കുക്കറിലിട്ട് വേവിച്ചിട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കുന്നുണ്ട്. അപ്പം ചക്കക്കൂട്ടാൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് വെറൈറ്റി ഒരുപാട് കറികളും കാര്യങ്ങളൊക്കെ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. തോരനും കണവ തോരനും അതുപോലെ ചക്കക്കറിയും മീൻ ചാറും മീൻ ഫ്രൈയും ഒക്കെ ഒത്തിരി കറികൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ മുറ്റത്തുനിന്ന് കിട്ടിയ ചെറിയ പ്ലാവിലെ ചക്കയാണ്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പം അത് നമുക്ക് കട്ട് ചെയ്ത് നോക്കാം, അതിനകത്ത് എന്തൊക്കെ ഉണ്ടായിരിക്കും എന്നുള്ളത്. കുഞ്ഞു ചക്കയാണ്. അപ്പോൾ നമുക്ക് കട്ട് ചെയ്ത് നോക്കാം. നല്ല മണമുണ്ട് പഴുത്ത ചക്കയുടെ. അപ്പോൾ നല്ല അടിപൊളി. കുറച്ച് ചുളയേ ഉള്ളൂ. അപ്പോൾ നന്നായിട്ട് പഴുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് കട്ട് ചെയ്ത് ചെറിയ പീസുകളാക്കിയിട്ട് നമുക്കെടുക്കാം.
ഇതാ നമ്മുടെ പഴുത്ത വരിക്കച്ചക്ക റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ചക്ക. ഇത്ര ചുളയേ ഉള്ളൂ ആ കുഞ്ഞ് ചക്കയിൽ. സംഭവം ഞാൻ ഇത്രയൊന്നും പ്രതീക്ഷിച്ചില്ല. കുഞ്ഞു ചുളയുമാണ്, എന്നാൽ നല്ല അടിപൊളി മധുരമാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ചക്ക. അപ്പോൾ ഗൈസ് നമുക്ക് കുറച്ച് ചക്ക കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് ക്ലീൻ ചെയ്ത് റെഡിയാക്കിക്കൊണ്ടൊക്കെ ഇരിക്കുകയാണ്. പിന്നെ ഇതിൽ നിന്ന് തന്നെ കുറച്ച് ചക്ക എടുത്തിട്ട് നമ്മൾ ചിപ്സ് വറുക്കാനായിട്ട് എടുത്തു, അതായത് ചക്ക വറ്റൽ വറുക്കാനായിട്ട് എടുത്ത് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ചായക്ക് ചക്ക വറ്റൽ ഉണ്ടാക്കാം. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളത് നമുക്ക് വീഡിയോയിൽ കാണാം. അപ്പോൾ അങ്ങനെ നമുക്ക് കുറച്ച് കൊഞ്ച് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് അച്ചാറിടാനാണ്. കൊഞ്ച് ക്ലീൻ ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് അച്ചാറിടണം. അപ്പോൾ മസാലയൊക്കെ പുരട്ടി വയ്ക്കാം. ഇതിപ്പോൾ കഴുകിയിട്ട് വെള്ളം പോകാനായിട്ട് വെച്ചേക്കുവാണ്. അപ്പോൾ നമ്മളിതാ ഒരു പാത്രം എടുത്തിട്ട് വെച്ചിട്ട് ചൂടാക്കുന്നുണ്ട്. നല്ല ചൂടാണ്. പുറത്ത് നല്ല ഇടിയും മഴയാണ്. നല്ല ഇടിയും മഴയും. അപ്പോൾ നമ്മുടെ ഓയിൽ ചൂടായിട്ടുണ്ട്. നമുക്കിനി ചക്ക എടുത്ത് അതിലേക്കിടാം. പിന്നെ ഇതിൽ തന്നെ ഞാൻ ഇതിൽ കൂടി മഞ്ഞപ്പൊടി ഇടുന്നുണ്ട്. കാരണം എന്ന് വെച്ചാൽ പലരും പല ഇതിനാണ് ഇടുന്നത്. ഞാൻ ഇതിൽ കൂടി തന്നെയാണ് മഞ്ഞൾപ്പൊടിയും കൂടി കുറച്ചിടും. പിന്നെ ഉപ്പിടുന്നു. കുറച്ച് പാകത്തിന് നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. കുറച്ച് ഉപ്പ് മതി. ഓക്കെ. അപ്പോൾ ഗൈസ് നമ്മുടെ ചക്ക വറ്റൽ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വറുത്തെടുത്തിട്ട് ഇനി നമുക്ക് ചായയോട് കഴിക്കാം. അപ്പോൾ ഗൈസ് നമ്മുടെ കൊഞ്ച് മസാല വെട്ടിയിട്ടുണ്ട്. മുളക് പൊടി, വിനാഗിരി, കായപ്പൊടി, ഉപ്പ്, മഞ്ഞൾപ്പൊടി എല്ലാം കൂടി, കുരുമുളക് പൊടി എല്ലാം കൂടി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് മസാല പുരട്ടി വെച്ചിരിക്കും. അപ്പോൾ ഇന്നിപ്പോൾ ഇങ്ങനെ പുരട്ടി നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒരു 2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ കൊടുക്കും. എന്നിട്ട് എടുത്ത് ഫ്രൈ ചെയ്ത് അച്ചാറിടും. അപ്പോൾ നമ്മുടെ ചക്ക വറുത്തതൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും. ബൈ ബൈ.